ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. റംലാസ് കിച്ചണിൽ ഇന്ന് റെസിപ്പി ആയിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത് കേട്ടോ. കുറേ കാലത്തേണ് ഞങ്ങളൊരാഗ്രഹമായിരുന്നു ചെറിയ എന്തെങ്കിലും ഒന്ന് തുടങ്ങണം. കാരണം വീട്ടിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. എന്നാലും ഇങ്ങനെ ഇതേപോലുള്ളൊരു ഷോപ്പൊക്കെ തുടങ്ങണം എന്നൊക്കെ കുറേ കാലമായിട്ട് ഞങ്ങൾക്കുള്ള ഉള്ളിലുണ്ടായ ഒരു ആഗ്രഹമാണ്. പടച്ചവൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്കത് സാധിച്ച്. എൻ്റെ കൂടെ എൻ്റെ അനുജത്തിയും കൂടിയുണ്ട് ഇതിന്. അപ്പം നമ്മൾ ഇപ്പം 22-ാം തീയതിയാണ് ഞങ്ങളിത് തുടങ്ങിയത്. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് അത്രയേ ആയിട്ടുള്ളൂ. ഞങ്ങൾ എല്ലാ സ്നാക്കുകൾ ഇപ്പം ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് സ്നാക്ക്, അതേപോലെ ചായ, കോഫി, ബൂസ്റ്റ്, ഹോർലിക്സ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾക്ക് പിന്നെ നമ്മൾ കുറച്ച് കൂട്ടിക്കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ അത്യാവശ്യമായിട്ടുള്ള സ്നാക്കുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ വീട്ടിൽ നിന്നൊന്നും ഉണ്ടാക്കാതെ എല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് കടകളിൽ വെച്ചിട്ട് ലൈവായിട്ടാണ് ഞങ്ങളിത് ഫ്രൈ ആക്കിയിട്ടൊക്കെ ചായക്ക് കൊടുക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്ന് തണുത്ത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടൊന്നല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ എല്ലാം ചെയ്ത് വെക്കും. അത്യാവശ്യം നമ്മൾ ഓപ്പണിലും ഇങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ അത് മാത്രം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കും. ഇങ്ങനെ പോളകൾ ഇങ്ങനത്തെ ബാക്കിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇതാ കാണുമ്പോൾ. അപ്പോൾ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ട് ഇതേപോലെ പാത്രങ്ങളിലാക്കി ഞങ്ങൾ സെറ്റാക്കിയിട്ട് ഞങ്ങൾ പോക്കായി. ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു ഞങ്ങൾ പോക്ക്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫ്രൈ എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്ക് 4 മണി ചായൻ്റെ ടൈമാവും. ഇന്ന് കുറച്ച് പെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. ഇന്ന് ഇവിടുന്ന് ഇറങ്ങാൻ തന്നെ നല്ലൊരു സമയം പെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോക്കായി. എല്ലാം തന്നെ നമ്മൾ വണ്ടിയിലേക്ക് വെക്കുകയാണ്. നമ്മൾ കാറിലാണ് പോകുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് നമ്മൾ പോക്കായി. ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ നാടൊക്കെ നമുക്ക് എൻ്റെ നാട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ കാണുമ്പം തന്നെ തോന്നും നല്ല നാടാണ്. സ്കൂളും മദ്രസ എല്ലാം ഉണ്ട് ഞങ്ങളെ നാട്ടിൽ. എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. കാരണം മഴ പെയ്താലും വെള്ളം കെട്ടി നിൽക്കുന്ന അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മളെ നാട്ടിലില്ല. നല്ല സുഖത്തിലായിട്ട് ഡ്രൈവ് ചെയ്യാനും പോകാനൊക്കെ പറ്റുന്ന ഒരു കൊച്ചു നാട് തന്നെയാണ് നമ്മളെ നാട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പോകണം കേട്ടോ. നമ്മളെ കടയുള്ള സ്ഥലത്തേക്ക് കുറച്ച് പോകണം. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ ഓടി നമ്മളിതൊക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ 2 വശമായിട്ട് കാടുകളും പിന്നെ കടലുകളുണ്ട്. ഇതൊരമ്പലമാണ്. അവിടുന്ന് താഴത്ത് ഈ താഴ്ഭാഗം വലത്ത് ഭാഗത്ത് കടലാണ്. കാരണം നല്ല കടലെന്ന് നല്ല ഒച്ച കേൾക്കുന്നുണ്ട്. കാരണം മഴയായിട്ട് കടലും വെള്ളമൊക്കെ കയറിക്കിടക്കുകയാണ്. അങ്ങനെയുള്ള മഴയും കാറ്റൊക്കെയാണ് ഉള്ളത്. എന്നാലും വെള്ളം കെട്ടി നിന്നിട്ടില്ല, പ്രശ്നങ്ങളില്ല. നമ്മൾ വണ്ടിയിൽ എണ്ണയില്ല കേട്ടോ. അതുകൊണ്ട് അതിൽ അവിടുന്ന് ഓടി നമ്മളിതാ പെട്രോൾ പമ്പിൽ കയറി എണ്ണ അടിച്ച് പിന്നെ നമ്മൾ പോക്കായി. ഇതിൻ്റെ അപ്പുറം ഇപ്പുറം കാണുന്നത് പുഴയാണ്. ഒരു വശത്ത് കടലാണെങ്കിൽ മറുവശത്ത് 2 വശത്ത് പുഴയുണ്ട്. ഇവിടെ നിന്ന് അങ്ങനെ പോയി ഇവിടെ എത്തിയപ്പോൾ പടച്ചോനെ ഗേറ്റ് അങ്ങ് അടഞ്ഞു പോയി. ഗേറ്റ് അടച്ച് ഇവിടെ ഒരു 10-15 മിനിറ്റോളം അങ്ങനെ പോയി. എന്താണെന്നറിയില്ല. ഇവിടെ എത്തിയപ്പോൾ തന്നെ വണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടി പോയപ്പം തന്നെ ഗേറ്റൊക്കെ തുറന്ന് ഞങ്ങൾ പോക്കായി. ഇനി ഇവിടുന്ന് കുറച്ച് പോകണം കേട്ടോ ഞങ്ങളെ കടയിലേക്ക്. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര പ്രശ്നം. കാരണം എന്ന് പറഞ്ഞാൽ റോഡ് ചെറിയ റോഡാണ്, വീതി കുറഞ്ഞ റോഡാണ്. അതേപോലെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുണ്ടും കുയ്യും എന്ന് പറയേണ്ട, വണ്ടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ട് പിന്നെ ഇതാവുന്നുണ്ട്. വെള്ളം നിറഞ്ഞു നിന്നിട്ട് ഇവിടെ അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ നല്ല സ്ഥലമാണ്. കാരണം നല്ല വണ്ടി ഓടിക്കാനൊക്കെ നല്ലതാണ്. കാണുന്നില്ലേ? ഇതെന്ന് പറയുന്നത് നമ്മൾ എവിടത്തേക്കാണ് പോകുന്നത് പറഞ്ഞാൽ ഞങ്ങൾ കണ്ണൂർ പഴങ്ങാടിയിൽ മാടായിക്കാവെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഹിന്ദുക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ് മാടായിക്കാവ്. അവിടെ ഒരു നല്ല പാറയുണ്ട് കേട്ടോ. മാടായിപ്പാറ എന്നാണ് അതിൻ്റെ പേര് പറയുക. ആ മാടായിപ്പാറയിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകളും മറ്റുമൊക്കെ ആയിട്ട് നല്ല ഇതാണ്.
എപ്പം നോക്കിയാലും കല്യാണം കഴിഞ്ഞവരും ഒക്കെ ഫോട്ടോ എടുക്കാനും വരാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ കാണുന്നുണ്ടാവും. ഈ രണ്ട് വശത്തെന്ന് പറയുന്നത് ടൂറിസ്റ്റുകളൊക്കെ അങ്ങനെ അത്രയും നല്ല ഒരു സ്ഥലമാണ്. ആദ്യമൊക്കെ ഫിലിം ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇതാണ് ഹിന്ദുക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമ്പലം, മാടായിക്കാവിലെ അമ്പലം. ഈ അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് ഞങ്ങളെ ടീ ഷോപ്പ് ഉള്ളത്. ഇവിടെ വരുന്ന കംപ്ലീറ്റ് ആൾക്കാരും ചായ കുടിക്കാനും അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ഇവിടെ ആദ്യമൊക്കെ നല്ലതുപോലെ ടീ ഷോപ്പും അതേപോലെ ഇങ്ങനെ തട്ടുകടകളൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല, ഈ ഇടയായിട്ട് എല്ലാം എടുത്ത് കളഞ്ഞ്. കാരണം അറിയാലോ, അമ്പലത്തിൻ്റെ ഭാഗമായതുകൊണ്ട് എല്ലാം നാശാക്കുന്നത് കൊണ്ടാണ് ഈ ക്ലാസ്സും അതും ഇതൊക്കെ ഭക്ഷണം കഴിച്ച കടലാസൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ എല്ലാം തന്നെ അതെടുത്ത് കളഞ്ഞതാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പം തന്നെ ഞങ്ങളെ കടയിലെത്തിയട്ടോ. ഇതാണ് ഞങ്ങളെ ടീ ഷോപ്പ്, കബാന റെസ്റ്റോറൻറ്റ് കഫ. ഇതാണ് ഞാൻ പഠിച്ചോൻ്റെ ഇതുകൊണ്ട് ഞങ്ങൾ തുടങ്ങിയ ഞങ്ങളുടെ ടീ ഷോപ്പ്. ഇത് വലിയ റെസ്റ്റോറൻ്റാണ്. ഇതിൻ്റെ മുകളിൽ പാർട്ടി ഹാളുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, കാണാം. ഇത് എല്ലാം നല്ല സ്പേസ്, നല്ല കാണാൻ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല സുഖമാണ്. പോകുന്ന വണ്ടിയും ആൾക്കാരൊക്കെ ആയിട്ട് എല്ലാം വന്ന് ഞങ്ങളെ സാധനമൊക്കെ ഇറക്കിയിട്ട് പിന്നെ നമ്മളതിൻ്റെ ഉള്ളിലത്തെ കളി കാണിച്ചു തരാം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ വലിയ റെസ്റ്റോറൻ്റാണ്. കാരണം ഉള്ളിൽ ചൈനീസ് ഫുഡുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങളെ കഫേയിലേക്ക് ടീ ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. വന്ന പാടെ എല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞ് ഞങ്ങൾ രാത്രി പോകുമ്പോൾ എല്ലാം ക്ലീനാക്കി വെച്ചിട്ടാണ് പോക്കട്ടെ. വന്നു കഴിഞ്ഞാൽ ഒരു പണി ഉണ്ടാവില്ല, എന്നാലൊരു പൊടിയൊന്നുണ്ടാവും, തട്ടും. അതൊക്കെ തട്ടിയിട്ടൊക്കെ കഴിഞ്ഞപ്പം പാത്രത്തിന് ഞങ്ങൾ പാല് ചൂടാക്കാൻ വെച്ച് അത് തിളപ്പിച്ചിട്ട് ഒരു വശത്ത് തിളക്കുന്നുണ്ട്, മറുവശത്ത് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതേപോലെ എൻ്റെ അനുജത്തി വീട്ടിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പൊരിച്ചത് അതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ സമൂസ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂറോളം ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഒന്ന് കുറച്ച് അധികമൊന്നും നമ്മൾ ഫ്രൈ ചെയ്യൂല കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ ഫ്രൈ ചെയ്തിട്ട് വെക്കൂ, ആവശ്യത്തിനുള്ള മാത്രം. അത് കസ്റ്റമർ വന്നിട്ട് തീരുന്നത് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് മാത്രം ഞങ്ങളിത് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കൂ. അല്ലാതെ ഇങ്ങനെ എന്താ പറയുക, പൊരിച്ച് വെച്ചിട്ട് അത് തണുത്തിട്ടൊന്നും ഞങ്ങൾ കൊടുക്കാൻ നിൽക്കില്ല. ഇതേപോലെ കുറച്ച് കാരണം നമുക്കറിയാം എത്ര സമയം വരെയാണ് ഈ ടീൻ്റെ സമയമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പഴം പൊരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇപ്പുറത്തെ അടുപ്പത്തും കൂടി വെക്കണം. 2 അടുപ്പത്തും കൂടി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കാര്യം പെട്ടെന്ന് നടക്കും. ഇപ്പുറത്തെ അടുപ്പത്ത് എൻ്റെ അജ്ജത്തി ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ റോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ ഐറ്റംസും കുറച്ചായിട്ട് ഞങ്ങൾ ആദ്യം പൊരിച്ചെടുക്കും. എല്ലാം പൊരിച്ചിട്ട് കണ്ണടച്ചിലയിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്താൽ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും എന്താ പറയുക, സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് 10 പൈസ ഉണ്ടാക്കാമെന്ന് പറയുന്ന ആരും മോഹമാണ്. ഇപ്പോൾ ആണുങ്ങൾ പെണ്ണുങ്ങളൊന്നുമില്ല, കഴിയുന്നത് ചെയ്യുക, അത്ര തന്നെയാണ്. നിങ്ങൾക്കും പറ്റും, എല്ലാവർക്കും ഇതേപോലെ പറ്റും. നല്ല എന്താ പറയുക, ഞാൻ ബ്രെഡ് ഒക്കെ പൊരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഓരോന്നോരോന്നും പൊരിച്ച് കൊണ്ടുവന്നിട്ട് ഇനിയിപ്പം ഞങ്ങൾ 2 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലെത്താൻ രാത്രി 10 മണിയൊക്കെ ആവും. ചില സമയം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയം നേരത്തെ പോവും, ചില സമയം ഞങ്ങൾ 10 മണിയൊക്കെ ഒരു ഭാഗമൊക്കെ ഞങ്ങൾ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പുറത്തൊക്കെ കാണുന്നില്ല, നല്ല എന്താ പറയുക, നല്ല ഇതാണ്. അതേപോലെ തന്നെ ഞങ്ങൾ ഇതിൻ്റെ പുറത്തായിട്ട് തന്നെ ഞങ്ങൾക്ക് ഷവർമ്മയും ഉണ്ട് കേട്ടോ. വെറുതെ ചായയും കടിയും മാത്രമല്ല, ഷവർമ്മ വേണമെന്നവർക്ക് ഷവർമ്മയുണ്ട്, ചൈനീസ് ഫുഡ് വേണമെന്നവർക്ക് അതുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം കിട്ടുന്ന ഒരു കബാന റെസ്റ്റോറൻ്റാണ് ഞങ്ങൾ പഴങ്ങാടി മാടായിക്കാവിലെ മാടായിപ്പാറക്കുള്ള കബാന റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നല്ല ചായയും കടിയും കിട്ടും, അതേപോലെ തന്നെ നല്ല ഫുഡ് കിട്ടും, എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഞങ്ങളെ കൊച്ചു കാര്യങ്ങൾ കാണുന്നില്ലേ, നമ്മൾ ഷവർമ്മ ഉണ്ടാക്കുന്ന ബ്രോ ഇങ്ങനെ നിന്ന് നോക്കിയാണ് അവനിങ്ങനെ. കാരണം അവനും 3 മണിക്കാണ് ഷവർമ്മ ആ കുത്തൽ. അത് അവൻ്റെ കാര്യങ്ങൾ അവൻ ചെയ്യുന്നു, നമ്മളെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാലും നല്ല തന്നെ, കാരണം നല്ല സന്തോഷമുണ്ട് മനസ്സിലെന്ന് പറഞ്ഞാൽ. നല്ല ഒരു എന്താ പറയുക, ഒരു പ്രസന്നിപ്പ് ഉണ്ടാകലും പറയില്ലേ, അതാണ്. സ്വന്തമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക, വരാം, നമ്മൾ ഇതാക്കുക. അവനും അവൻ്റെ ഷവർമ്മയും കൊണ്ട് അവനും അവിടെ നിൽക്കുന്നുണ്ട്.
നിങ്ങൾ കാണുന്ന എല്ലാം ഇതാണ് ഞങ്ങളെ റെസ്റ്റോറൻറ്റ് കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ണൂർ ഈ ഭാഗത്ത് വരുന്നവർ വന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് നിങ്ങൾ പോവുക. മാടൈപ്പാറയൊക്കെ പോയി ഒന്ന് ഫോട്ടോ എടുക്കുക. നല്ല ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വരുന്നവരേക്കും. അസ്സലാമു അലൈക്കും. താങ്ക് യു.